ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സ്വിസ് ബെറി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ റെസിപ്പി അല്ല, കോസ്റ്റ് എഫക്റ്റീവായിട്ട് പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുനാണ്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു ഗുലാബ് ജാമുൻ വളരെ സോഫ്റ്റാണ്, അതിൻ്റെ ഒരു ടെക്സ്ചർ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് പാർട്ടികളിലൊക്കെ വിളമ്പാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു 3 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പാത്രത്തിലേക്ക് 240 ml ഒരു കപ്പാണിത്. അതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. നമുക്കിതിലേക്ക് ഒരു 2-3 ഏലക്ക ഒന്ന് തോല് കളഞ്ഞ് ഒന്ന് ഇട്ട് കൊടുക്കാം. ആ കുരുവും തോലും എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു നൂൽ പരുവൊന്നും ആക്കേണ്ട, ആ ഒരു കൺസിസ്റ്റൻസി ഒന്നും നമുക്ക് ആവശ്യമില്ല. നേരെ മറിച്ച് ഈ ഒരു കൺസിസ്റ്റൻസി ഒരു 3-4 തിളയ്ക്കുമ്പോഴേക്കും ചെറുതായിട്ടൊരു ഒട്ടൽ പോലെ വരും. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി നമുക്ക് നമ്മുടെ ഈ ഒരു ഐറ്റത്തിന്. നമുക്കിതിലേക്ക് ഒരു കാൽ മുറി നാരങ്ങ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് കട്ടയൊന്നും പിടിക്കില്ല. അപ്പം നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് മറ്റൊരു പാത്രത്തിൽ ഞാനിവിടെ ഒരു പാക്കറ്റ് പാൽ, അതായത് 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ പാലൊന്ന് തിളച്ച് വരണം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാക്സിമം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദേ ചെറുതായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റവ നമുക്ക് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. റവ ഒരുമിച്ച് അങ്ങ് ഇടരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ട കുത്തും. കാരണം നമ്മൾ നല്ല ചൂടുള്ള പാലാണല്ലോ. അപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കണം. റവ കട്ട പിടിക്കാതെ നല്ലപോലെ നമ്മൾ ഇളക്കി മിക്സ് ചെയ്യണം. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ പാല് കുറുകി വരും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് റവയൊന്ന് കുറുക്കിയെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇതൊരു നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി വരും. അതുവരെ നമുക്കിത് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. നമ്മുടെ പാല് മുഴുവൻ വറ്റി കുറുകി വരും. ഈ റവയിലോട്ട് പാലൊക്കെ ശരിക്കും യോജിച്ചു വരും. നമുക്ക് ഈ റവയിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തെടുത്തുകൊണ്ടാണ് ആദ്യമേ ഒഴിക്കാഞ്ഞത്. നിങ്ങൾ നോൺ സ്റ്റിക്ക് പാൻ അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ പാൽ ഒഴിക്കുന്ന സമയത്ത് തന്നെ നെയ്യ് ഒഴിച്ച് വേണം ചെയ്തെടുക്കാൻ. വീണ്ടും നമുക്ക് നല്ലപോലെ അങ്ങ് മിക്സാക്കി എടുക്കാം. നന്നായി അങ്ങ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി കാണാമല്ലോ, ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ റവയൊക്കെ ചൂടാറാനായിട്ട് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ഒരുപാട് അങ്ങ് ചൂടാവരുത്, ചെറിയ ചൂട് വേണം. ഞാൻ ഇത് കയ്യിൽ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. 2 കൈയിലും നെയ്യാക്കിയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. നല്ലപോലെ സോഫ്റ്റായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നേരിയ ചൂടോടുകൂടി തന്നെ വേണം കുഴച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട്. നമുക്കിനി ഇത് ബോളാക്കി എടുക്കാം. ബോളാക്കി എടുക്കുന്നതിന് മുമ്പ് വീണ്ടും നമ്മുടെ കൈവെള്ളയിൽ നെയ്യൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് ഓരോ നാരങ്ങ വലുപ്പത്തിൽ ഓരോ ബോൾ വീതം നമുക്ക് എടുത്തിട്ട് പതുക്കെ 2 കൈ കൊണ്ടും ഒന്ന് സോഫ്റ്റാക്കി റോൾ ചെയ്തെടുക്കാം. ഒരു ബോൾ രൂപത്തിൽ സോഫ്റ്റാക്കി എടുക്കാം. ഈ കാണുന്നത് പോലെ ചെയ്യാം. അപ്പോൾ 2 കൈ കൊണ്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കണ്ട, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ഓരോന്നും നമുക്ക് ഇതേപോലെ തന്നെ ലെമൺ സൈസിൽ ഓരോ ബോൾ വീതം എടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് അങ്ങ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിലൊരു ക്രാക്ക് പോലെ വരും, ഈ കാണുന്ന പോലെ ക്രാക്ക് വരും. അപ്പോൾ നമ്മൾ സൈഡൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വേണം ചെയ്യാൻ. കാരണം നമ്മളിത് എണ്ണയിലിട്ട് വറുക്കുന്നതാണ്. അപ്പോൾ ഇത് പിളർന്ന് വരാൻ സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് ഒരു ഫ്രൈ പാനിൽ. എന്നിട്ട് ഓരോ ബോൾ വീതം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പൊരിക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഫ്ലേവർ ഇല്ലാത്ത കോക്കനട്ട് ഓയിലൊന്നും ഉപയോഗിക്കരുത്, അതായത് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്. ബാക്കി ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങളുടെ ഓപ്ഷൻ പോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കളർ വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശമൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഞാനൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്.
ഇപ്പോൾ 2 വശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്റ്റെയിനറിലേക്ക് മാറ്റാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ബോൾസും നമുക്ക് ഇതേപോലെ പൊരിച്ചെടുക്കാം. നമ്മുടെ രണ്ടാമത്തെ സെറ്റും പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഷുഗർ സിറപ്പ് ഇവിടെ ഉണ്ട്. ഇതിൽ ഞാൻ കുറച്ച് റോസ് പെറ്റൽസ്, റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഈ ഒരു ഷുഗർ സിറപ്പിൽ സോക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ ഒരു 3-4-5 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും. കാരണം ആ ഒരു സിറപ്പിൻ്റെ രുചി ശരിക്കും ഇതിലേക്ക് ഇറങ്ങും. മിനിമം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റായിട്ട് ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ കിട്ടും. പിന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് നേരിയൊരു ചൂടുണ്ടായിരുന്നു, ഒരു ഫുള്ളായിട്ടും തണുത്തു പോയിട്ടില്ല. ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള നമ്മുടെ ഗുലാബ് ജാമുനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് പോലെ ടൈം എടുക്കുന്നില്ല. അതുപോലെ തന്നെ കുറേ പാലൊന്നും വേണ്ട. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല കോസ്റ്റ് എഫക്റ്റീവാണ്. പെട്ടെന്ന് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ, അതായത് നമ്മുടെ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നമ്മൾ നല്ല തിരക്കിലായിരിക്കും. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലൊക്കെ നമുക്ക് ഈ ഒരു ഡിഷ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഗസ്റ്റിനൊക്കെ. എളുപ്പവുമാണ്, അതുപോലെ തന്നെ നല്ല യമ്മിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലും അയക്കണം. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളായിട്ട് കാണുന്നത് വരെ ബായ്. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ് ബറി.